ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ കറിയുടെ ഒപ്പവും ബീഫ് കറിയുടെ ഒപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അതേപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാമോളം വരുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരട്ടെ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബട്ടറിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി നൂലപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml ഒരു കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ എടുത്താൽ മതി. ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ ഒരു കപ്പ് മൈദ. അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിൽ അത്ര അളവിൽ തന്നെ മൈദയും എടുക്കുക. ഞാൻ അതേ അളവിൽ ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഉപ്പിനെ മാവിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. പാല് ചേർത്തിട്ട് കൈകൊണ്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു പൊടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അരിപ്പൊടിയും മൈദയുമാണ്, അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. സാധാ പൈപ്പിൽ നിന്ന് വരുന്ന പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒന്നായിട്ട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന അത്ര വെള്ളം ഈ ഒരു ഇതിന് വേണ്ടി വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ശ്രദ്ധിച്ച് ഒഴിക്കാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ മാവിലേക്ക് ഈ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരുവിധം അയഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടത് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുക്കരുത്. അപ്പം നമ്മുടെ ബട്ടർ പത്തിരി അത്ര സോഫ്റ്റായി കിട്ടില്ല. അങ്ങനെ ഒരുപാട് ഹാർഡായാലും സോഫ്റ്റായി കിട്ടില്ല, ഒരുപാട് ലൂസായി പോയാലും സോഫ്റ്റായി കിട്ടില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും കൂടെ ഒരു 2 മിനിറ്റോളം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത്രയും മതിയാകും. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എത്ര വലിപ്പമുള്ള ഉരുളകൾ വേണം അതിനനുസരിച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് അരിപ്പൊടിയും കൊണ്ടേക്ക് 10 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് മാവ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടി വേണമെങ്കിലും മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഞാൻ മൈദയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കണം. ഇതാ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് പറ്റ തിന്നായി പോകുകയും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. കണ്ടോ? നല്ല ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. നമ്മളിതൊരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊരു വലിയ ഷേപ്പൊന്നും ഇല്ലല്ലോ, ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു പാത്രം കൊണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മുഴുവനും ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. തവ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചുട്ടെടുക്കാവുള്ളൂ. തവയിലേക്ക് നമുക്കൊരല്പം ബട്ടർ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബട്ടർ പത്തിരി വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്നാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബട്ടർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളതൊരു കാസ്ട്രോളിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്. ഇത് പുറത്ത് നമ്മളൊരു പ്ലേറ്റിൽ ഇട്ട് വെക്കേണ്ട, ഒരു കാസ്ട്രോളിലേക്ക് ഇട്ട് വെക്കുകയാണ് നല്ലത്. അങ്ങനെ നമ്മുടെ മുഴുവൻ ബട്ടർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കാസ്ട്രോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനും കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ പത്തിരി വളരെ സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കണ്ടോ എത്ര നല്ല സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.